പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഥയും കവിതയും ഒക്കെ എഴുതുവാനും വായിക്കുവാനും താല്പര്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം എന്താണെന്നല്ലേ, 2 ആപ്ലിക്കേഷനുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരെണ്ണം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരെണ്ണമായിരിക്കും, ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. രണ്ടാമത്തേത് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല. കാരണം അതിനത്ര പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല. അപ്പം എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി 2 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുക. 2, ഞാനൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. ആപ്പിൾ എയർപോഡാണ് ഫസ്റ്റ് വിന്നർക്ക് കിട്ടുക. അപ്പം ആ ഒരു ഗിവ് അവേ ഓൺ ലൈവാണ്. അതിൽ പങ്കെടുത്തിട്ടില്ലാത്ത എല്ലാവരും ഇപ്പോൾ തന്നെ ഗിവ് അവേയിൽ പങ്കെടുക്കുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗിവ് അവേ വിന്നറിനെ ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. കഥയും കവിതയും ഒക്കെ എഴുതുവാനും വായിക്കുവാനും താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള 2 ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്രതിലിപി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ അത്യാവശ്യം നല്ല അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. ഒരു ലൈബ്രറി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ്. ഓൺലൈൻ ലൈബ്രറി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇഷ്ടംപോലെ ബുക്കുകൾ, മലയാളം ബുക്കുകൾ, ഏത് ഭാഷയാണെങ്കിലും ബുക്കുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് നമുക്ക് വായിക്കാൻ ഉള്ള അവസരം അവർ തരുന്നുണ്ട്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി അധികം ആർക്കും അറിയില്ല. കാരണം അധികം അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. വാട്ട്പാഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. കേട്ടിട്ട് കൂടി ഉണ്ടാവില്ല പലരും. വളരെ കുറച്ച് പേർക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി അറിയാവുന്നവരുണ്ടാവും. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഒരുക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പലരും എഴുതിയ ബുക്കുകളും മറ്റും വായിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അതിലുപരി നമുക്ക് സ്വന്തമായി, നിങ്ങൾക്ക് കഥയോ കവിതയോ എഴുതാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഫ്രീ ആയി കഥയോ കവിതയോ എഴുതി പബ്ലിഷ് ചെയ്യാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി അവർ ആ ഒരു ആപ്ലിക്കേഷനിലൂടെ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ഒരു ആപ്ലിക്കേഷൻ അധികം ഫെമിലിയർ അല്ല. കാരണം അധികം അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ആപ്ലിക്കേഷന് അവർ നൽകിയിട്ടില്ല. കഥകൾ എഴുതുന്നതോടൊപ്പം മറ്റുള്ളവർ എഴുതി അപ്ലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള മറ്റ് ബുക്കുകൾ കൂടി നമുക്ക് വായിക്കാനുള്ളൊരു അവസരവും ഇതിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ 2 ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ കഴിയുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഞാൻ ചെയ്തിരിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.